ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ തിരക്കു പിടിച്ച ഈ ലോകത്ത് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഞാൻ ഒരു സാധാരണക്കാരനാണോ? ജോലി സ്ഥലത്തും കുടുംബത്തിലും സമൂഹത്തിലും നമ്മളെല്ലാവരും വലിയ ഉത്തരവാദിത്തങ്ങൾ പേറുന്നവരാണ്. എന്നാൽ ആ തിരക്കുകൾക്ക് ഇടയിൽ നമ്മളിലെ അസാധാരണത്വം നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഒരു സത്യം പറയട്ടെ, ദൈവം നിങ്ങളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ, നിങ്ങളുടെ പ്രവൃത്തികളിൽ, ഇതൊക്കെ ഒരു ദൈവികമായ മുദ്രയാണ്. ബൈബിൾ നമ്മോട് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല എന്നാണ്. നമ്മൾ വെറുമൊരു സാധാരണക്കാരനല്ല. നിങ്ങൾ ഒരു രാജകീയ പുരോഹിത വർഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഈ സത്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇതുപോലെയുള്ള അസാധാരണമായ അവസ്ഥകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സാധാരണക്കാരനല്ല എന്നുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങളുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ മേൽ, അവരുടെ ഭാവിയിന്മേൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: ഞാൻ ദൈവജനമാകയാൽ അവൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും. ഈ ചെറിയ വരികൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകട്ടെ. നിങ്ങൾ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതോ നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലാണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആരാണ് എന്ന വലിയ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കുക. ദൈവജനമാണ് എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കാനുള്ള മനസ്സാണ്. നമ്മുടെ ഇന്നത്തെ ലോകത്ത് ത്യാഗമെന്ന വാക്കിന് ഒരു പ്രസക്തിയുമില്ല. എല്ലാവരും തമ്മിൽ മത്സരിക്കുകയാണ്. സ്വന്തം കാര്യം നോക്കി മുൻപോട്ട് പോകുകയാണ്. സ്വന്തം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. എങ്കിൽ നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എന്തെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ ശൈലിയിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ്. യഥാർത്ഥത്തിൽ ത്യാഗമെന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് അത് നിങ്ങളിലെ ദൈവികതയുടെ പ്രതിഫലനമാണ്. വചനം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: തൻ്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇത് നമ്മുടെ ദിനചര്യകളിൽ നമ്മൾ കാണിക്കുന്ന വിട്ടുവീഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ ഊർജം ഇതൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കണ്ണിയായി മാറുകയാണ്. സാധാരണക്കാർ അവരുടെ ലാഭം മാത്രം നോക്കുമ്പോൾ അസാധാരണമായവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണ്. അവിടെയാണ് നാം ദൈവജനം ആകുന്നത്. പല പ്രശ്നങ്ങളിലും നാം വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു ത്യാഗം തന്നെയാണ്. ജോലി സ്ഥലത്ത് പോലും കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ തനിക്ക് കിട്ടേണ്ട അവസരം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഇതാണ് ദൈവജനം. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകണം. നമ്മൾ വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ളവരായി മാറണം. ദൈവം പറയുന്നു, നാം വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, തോൽവിയല്ല ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് ഉയർച്ച നൽകാൻ കഴിവുള്ളൊരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. ഇനി മുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുമ്പോൾ അത് വെറുതെ തമാശയായി കാണരുത്. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സഹായിക്കുന്നതാണ്. ഈ ത്യാഗമാണ് നിങ്ങളെ സാധാരണക്കാരിൽ നിന്ന് ദൈവം വേർതിരിക്കുന്നത്. രണ്ടാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകത്ത് നോക്കൂ,
എന്തൊക്കെ സമാധാനക്കേടുകളാണ് നടക്കുന്നത്. സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലും, വലിയ വീടുണ്ടെങ്കിലും, കാറുണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, എന്തൊക്കെ നേടിയിട്ടും സമാധാനമില്ലാതെ ഉറങ്ങാൻ കഴിയാതെ എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. സമാധാനം അനുഭവിക്കുന്നത് ദൈവജനത്തിന് മാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്തൊക്കെ ഇല്ലെങ്കിലും, എത്ര വലിയ ഇല്ലായ്മകൾ ഉണ്ടെങ്കിലും, നാം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ദൈവജനത്തിന് മാത്രമേ കഴിയൂ. നമുക്ക് സമ്പത്തില്ല, പണമില്ല, വലിയ വീടുകളില്ല, എന്നാലും സമാധാനം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ദൈവം നമ്മെ ഒരുക്കുന്നു. എങ്കിലും എത്ര വലിയ ഇല്ലായ്മകളുണ്ടെങ്കിലും അന്നേക്ക് വേണ്ടുന്ന എല്ലാം എൻ്റെ ദൈവം വളരെ ഭദ്രമായി നമ്മുടെ കൈകളിൽ എത്തിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് നാം മനസ്സിലാക്കുക, നാം ഒരു സാധാരണക്കാരനല്ല, ദൈവത്തിൻ്റെ വിലയേറിയ വജ്രമാണ്. ദൈവം നമുക്ക് നൽകിയ ആ വലിയ പദവിയെ നഷ്ടപ്പെടുത്താതെ, കളങ്കപ്പെടുത്താതെ ദൈവസമാധാനത്തിൽ നാം നിറഞ്ഞു നിൽക്കുക. ദൈവം നമുക്ക് നൽകിയ ആ സ്നേഹവും കരുതലും സമാധാനവും നാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും പകർന്നു നൽകുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ എന്നേക്കും നിലനിൽക്കും. അതുപോലെ മൂന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത്, അത് മനുഷ്യ സഹജമായ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ക്ഷമിക്കുക എന്നത്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ക്ഷമയില്ലായ്ക കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. മക്കൾ പിതാവിനെയും മാതാവിനെയും കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു. ഈ പുതിയ ലോകത്തെ എന്തും നടക്കുന്നത് ക്ഷമയില്ലായ്ക കൊണ്ടാണ്. നിസ്സാരമായ കാര്യങ്ങൾ അതിൽ ക്ഷമിക്കാൻ കഴിയാതെ ഒരു നിമിഷം കൊണ്ട് ജന്മം നൽകിയവരെ പോലും നശിപ്പിക്കാൻ കഴിയുന്ന തലമുറകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് മറുപടി കൊടുക്കാനുള്ള വിമ്പലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ സാധാരണമായ ഒരു ചിന്തയാണ്. പക്ഷേ സഹോദരങ്ങളെ, നാം ഇന്ന് ചിന്തിക്കുക, നാം ഒരു സാധാരണക്കാരനല്ല. നമ്മൾ ദൈവത്തിൻ്റെ വജ്രമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ടും ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ അങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്ക് നമുക്ക് പോകാം. ക്ഷമ എന്നത് ഒരു ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ആത്മീയ ബലമാണ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ യേശു പറയുന്നു: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ചിന്തിച്ചു നോക്കൂ, നമ്മെ സ്നേഹിച്ചവരെ നമുക്ക് തിരിച്ചു സ്നേഹിക്കാൻ അറിയാം. നമ്മെ ഉപദ്രവിച്ചവരെ, നമ്മെ അപമാനിച്ചവരെ, നമ്മെ തള്ളിപ്പറഞ്ഞവരെ, നമ്മെ ദ്രോഹിച്ചവരെ, നമ്മെ കുറ്റപ്പെടുത്തിയവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ ദൈവസ്നേഹം നാം അവർക്കും പകർന്നു നൽകും. നമ്മെ കുറ്റപ്പെടുത്തിക്കോട്ടെ, നമ്മെ തള്ളിക്കളഞ്ഞോട്ടെ, നമ്മെ ദ്രോഹിച്ചോട്ടെ, നമ്മെ അപമാനിച്ചോട്ടെ, അതിനൊക്കെ പ്രതിഫലം നൽകുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ട് നാം ഒന്നും പകരത്തിന് പകരം ചെയ്യേണ്ടതില്ല. നീ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്താൽ ഉറപ്പായും നിന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ദൈവം നൽകുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുന്നു, ദൈവജനമേ, ഒന്നും നിന്റെ തിന്മയ്ക്കായിട്ടല്ല, എല്ലാം നിന്റെ നന്മയ്ക്കായിട്ടത്രേ. ഇന്നു മുതൽ നാം പുതിയൊരു സൃഷ്ടിയാണ്. നമുക്ക് നൽകിയിട്ടുള്ള ആ വജ്രായുധത്തെ നാം ഇന്ന് ഏറ്റെടുക്കുകയാണ്. സമാധാനത്തോടെ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നമുക്ക് കഴിയണം. ഒരു വിട്ടുകൊടുക്കൽ മനോഭാവം നമ്മളിൽ ഉണർത്തണം. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് പരിപാലിച്ച് കാത്ത് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.